പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഡെയിലി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ തന്നെ പുതിയ ഐറ്റംസ് പിന്നെയും കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലാം തന്നെ ബഡ്ജറ്റ് റേറ്റിലാണ്, സിംഗിൾ റേറ്റ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സെയിം റേറ്റ് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. 380 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രീ സൈസ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ. അതായത് മീഡിയം തൊട്ട് XXL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മീഡിയം കാർക്കാണെങ്കിൽ ചെറിയൊരു ഓൾട്രേഷൻ്റെ ആവശ്യം വരുമായിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറിലാണ് കേട്ടോ. ഇതാണ് ഒരു റെസ്റ്റ് കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നെക്ക് യൂനെക്കാണ്. ഫീച്ചേഴ്സ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ യോക്കോഷനിൽ ഹെക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. പീറ്റർ പാൻ കോളറായിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറീസ് ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യാം. ഇതുപോലെയാണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഇക്കത്തിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇക്കത്തിന്റെ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് പറയുമ്പോഴത്തേക്കും സ്ലീവ് ഷോർട്ട് സ്ലീവ് ആണ്. ഇതുപോലെ ഒരു എലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. എലാസ്റ്റിക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ഒരു ഒറ്റ സ്റ്റിച്ചിലാണ് ആ എലാസ്റ്റിക് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇതിപ്പോൾ ഹോം വെയർ ആയിട്ട് മാത്രമല്ല, അതല്ലാതെയും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. റേറ്റ് 380 ആണ്. 380 മാത്രമേ ഉള്ളൂ. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടീൽ ബ്ലൂവിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ തന്നെയാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിലും മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. പ്രിന്റ് സെയിം തന്നെയാണ്. ഇക്കത്തിന്റെ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. റേറ്റ് 380 തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. എല്ലാത്തിന്റെ റേറ്റ് 380 തന്നെയാണ് കേട്ടോ. അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു വയലറ്റിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഒരു മജന്ത വയലറ്റ് ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. വയലറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വയലറ്റ് ഇല്ല, ഒരു മജന്ത മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് സെയിം തന്നെയാണ്. 380 തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പച്ചയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ തത്തപ്പച്ച എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ്. ഹോം വെയർ ആയിട്ട് മാത്രമല്ല, അതല്ലാതെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനായിട്ടോ. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ലോക്കലൊക്കെ അടുത്തൊക്കെ പോകുന്ന എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ടോ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതും റേറ്റ് 380 തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടുത്ത കളർ വരുമ്പോഴത്തേക്കും പീച്ചിന്റെ ഒക്കെ തന്നെ ഡാർക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിങ്കിഷ് പീച്ച് അതല്ലെങ്കിൽ റാണി പിങ്ക് എന്നൊക്കെ പറയാൻ പാകത്തിനൊരു കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇക്കത്തിന്റെ ഡിസൈൻ തന്നെയാണ്. ഇക്കത്തിന്റെ പ്രിന്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കോട്ടൺ കുർത്തീസ് ആയതുകൊണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ കോട്ടൺ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രീൻ ആണ്. നമ്മുടെ ചാണക പച്ചയോട് ഒലിവ് ഗ്രീനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഡാർക്ക് ആയിട്ട് ഒലിവ് ഗ്രീനോ മെഹന്തി ഗ്രീനോ വേണമെങ്കിലും പറയാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കളർ കാണാനായിട്ട്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് 380 തന്നെയാണ് കേട്ടോ. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു സാൻഡൽ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാൻഡൽ കളറാണ്. പ്രിന്റിലെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു മാങ്ങ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ട്. ഇതിൽ ഇങ്ങനെ പ്രിന്റും കളറും മാറിക്കൊണ്ടിരിക്കും. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. ഇതിന്റെയും റേറ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്കും പ്രിന്റ് പിന്നെയും മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. കളർ വരുമ്പോഴത്തേക്കും ടീൽ ബ്ലൂവിന്റെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഈ പ്രിന്റ് എല്ലാം നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് വെയർ ചെയ്യാനായിട്ട് കോട്ടൺ അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണ്. ഈ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാന്നുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഹെക്കോബ പാറ്റേൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വൈറ്റ് പോർഷനിലേക്ക് കയറും. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് കളർ ഗാർഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ഇനി അവൈലബിൾ ആണ്. ഇതിന്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് മെറൂൺ ആണ്. ഇങ്ങനെയാണ് കേട്ടോ.
ഫീച്ചേഴ്സ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു XXL വരെ ഉള്ളവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ബ്രൗണിന്റെ ഷെയ്ഡിലാണ് കേട്ടോ, ബ്രൗൺ ടു ഗ്രീൻ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ കളർ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് വരുന്നത്. അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ആഷ് ആണ് കളർ വന്നിരിക്കുന്നത്. ആഷ് കളറിലാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ, ഇതുപോലെയാണ് ബാക്ക് സൈഡ്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ. അടുത്ത കളർ വരുമ്പോൾ ഇത് നമ്മുടെ റാണി പിങ്കും മജന്തയും കൂടി മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ കളേഴ്സ് എല്ലാം വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. അത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ്, ബ്രൗൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ അതും പ്രിന്റ് ഡിഫറെന്റ് ആണ്, പ്രിന്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സർക്കിൾ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളറിലും പ്രിന്റിലും മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് 380 തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ കളേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ ഡാർക്ക് നേവി ബ്ലൂ ആണ്. പ്രിന്റ് നമ്മൾ ആദ്യം കാണിച്ച ഒരു സർക്കിൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലോസപ്പിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാണക പച്ച കളറില്ലേ, ആ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. അതിൻ്റെ അകത്തൊരു വൈറ്റിന്റെയും ഡാർക്ക് ഗ്രീനിന്റെയും അതുപോലെ തന്നെ മസ്റ്റേർഡ് യെല്ലോന്റെ ഒക്കെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഇതിൽ പ്രിന്റിലും ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. സൈഡ് പോർഷനിൽ ഡോറീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം. മീഡിയം സൈസുകാർ അല്ലെങ്കിൽ ലാർജ് സൈസുകാരാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓൾട്രേഷൻ വേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റും 380 തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ്, നല്ല ഭംഗിയുള്ള പ്രിന്റും ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.